നമസ്കാരം, ഞാൻ നിങ്ങളുടെ രോഹിത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ലോട്ടറിയിൽ ഒരു പുതിയ പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവരുന്നതിനെ പറ്റിയാണ്. പുതിയ പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പഴയ പ്രൈസ് ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് സമ്മാനങ്ങൾ കുറവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മുൻപ് ചെയ്ത വീഡിയോകൾ പറഞ്ഞിരുന്നു. സെയിം നമ്പർ വിൽപ്പനയാണ് കാരണമെന്ന്, പ്രധാന കാരണം. അപ്പോൾ സെയിം നമ്പർ വിൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ സിംഗിളായിട്ട് ടിക്കറ്റ് വിൽക്കുന്ന ഒരു രീതിയിലേക്ക് ലോട്ടറി മാറണമെന്ന് നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിലവിലെ പ്രൈസ് ലിസ്റ്റ് പ്രകാരം ഇനി സമ്മാനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. കാര്യം എല്ലാം എല്ലാം പോവല്ലേ. അപ്പോൾ ഒരു പുതിയ പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവരണം. കൂടുതൽ സമ്മാനങ്ങൾ, കൂടുതൽ വരുമാനങ്ങൾ, കൂടുതൽ വിൽപ്പനക്കാർക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ. അപ്പം എൻ്റെ അടുത്ത് ഒരു പ്രൈസ് ലിസ്റ്റിൻ്റെ ഒരു മോഡലുകളൊക്കെ ഉണ്ട്. അത് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ പുതിയ പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവരണം. പിന്നെ നിലവിലെ പ്രൈസ് ഘടന മാറിക്കൊണ്ട് തന്നെ നമുക്ക് നിലവിൽ അച്ചടിക്കുന്ന രീതിയിലല്ല, പകരം ഒരു 3 ഘട്ടങ്ങളിലായിട്ട് പുതിയ പ്രൈസ് ലിസ്റ്റ് പ്രകാരം 3 ഘട്ടങ്ങളിലായിട്ട് ലോട്ടറി മേഖലയിൽ പ്രധാനപ്പെട്ട പ്രൈസ് വിതരണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. 3 ഘട്ടങ്ങളിലായിട്ട്. അത് ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുമ്പം മറ്റൊന്നുമല്ല, ടിക്കറ്റ് ഇപ്പം നിലവിൽ ഏതാണ്ട് 1,08,00,000 ടിക്കറ്റുകളാണ് അച്ചടിക്കുന്നത്. അപ്പോൾ നിലവിൽ 1,08,00,000 ടിക്കറ്റ് അടിക്കുമ്പോൾ ഒരു സീരീസിൽ 9,00,000 ടിക്കറ്റ്. അപ്പം നിലവിലെ ടിക്കറ്റ് വിൽപ്പനയിൽ ഒരു 10 ലക്ഷം ടിക്കറ്റുകൾ ഓരോ ദിവസവും വിൽക്കാതെ അധികം വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് നിങ്ങളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊന്നുമല്ല, പ്രൈസ് കിട്ടാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്രൈസ് കൂടുതൽ ആളുകളിലേക്ക് എത്താത്തതുകൊണ്ട് തന്നെ ആളുകൾ നിരാശപ്പെട്ട് നിലവിൽ എടുത്തുകൊണ്ടിരുന്ന ആളുകൾ ആ പരിപാടി അങ്ങ് നിർത്തിയതാണ്. ലോട്ടറി എടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയതാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഏതൊരു ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞാലും കസ്റ്റമറിനെ കൂടെ നിർത്തുക എന്നതാണ് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഒരാളെപ്പോലും പിണക്കാതെ നമ്മൾ ആളുകളെ, കസ്റ്റമേഴ്സിനെ കൂടെ നിർത്തുക എന്നതാണ് ലോട്ടറി വകുപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവരണം. നിലവിലെ പ്രൈസ് ലിസ്റ്റ് മാറ്റിയിട്ട് പുതിയ പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവരണം. അത് 3 ഘട്ടങ്ങളിലായിട്ട് അത് നടപ്പാക്കുകയും വേണം. ഘട്ടങ്ങളെന്ന് പറഞ്ഞ ഉദ്ദേശം വേറൊന്നുമല്ല, ടിക്കറ്റ് അച്ചടിക്കുന്ന എണ്ണം എന്നതിനെ തന്നെ ഉദ്ദേശമാണ്. അതായത് ടിക്കറ്റ് അച്ചടിക്കുന്നത് നിലവിൽ 9,00,000 ടിക്കറ്റാണ് ഒരു സീരീസിൽ അച്ചടിക്കുന്നത്. അപ്പം 1,00,000 ഒരു സീരീസിൽ 1,00,000, അതായത് ഇപ്പം 9,00,000 ടിക്കറ്റുകളല്ല ഒരു സീരീസിൽ അച്ചടിക്കുന്നത്. അപ്പോൾ ഈ 9,00,000 ടിക്കറ്റുകൾക്ക് പകരം ആദ്യത്തെ ഘട്ടമായിട്ട്, അതായത് പുതിയ പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവരുന്ന ആ ഒരു രീതിക്ക് ആദ്യത്തെ ഘട്ടമായിട്ട് ഒരു 2, 3 അല്ലെങ്കിൽ 4 ലക്ഷം ടിക്കറ്റുകൾ മാത്രം ഒരു സീരീസിൽ അച്ചടിക്കണം ആദ്യമായിട്ട്. അപ്പം അത് അങ്ങനെ വേണം വിതരണം ചെയ്യാൻ. അതായത് നിലവിൽ അച്ചടിക്കുന്ന ടിക്കറ്റിനെ കാട്ടി എണ്ണം കുറച്ചുകൊണ്ട് വേണം പുതിയ പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവരുമ്പം ടിക്കറ്റുകൾ അച്ചടിക്കാനും. അതിനനുസരിച്ച് ലോട്ടറിയുടെ വില കൂട്ടുകയും വേണം. എൻ്റെ അഭിപ്രായം അതാണ്. കാര്യം നിലവിലെ ലോട്ടറി വിലയിൽ വിൽപ്പനക്കാർക്ക് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. കമ്മീഷന് കുറവാണ്, പ്രൈസ് ഇപ്പോൾ അടിക്കുന്നത് കുറവാണ്, വെറുതെ ആളുകളുടെ ടിക്കറ്റ് അധികം വരുവാണ്. പണ്ട് 300-400 ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പം 100 ടിക്കറ്റ് തികച്ച് വിൽക്കാൻ കിടന്ന് പാടുപെടുക. അപ്പം 100 ടിക്കറ്റ് വിറ്റാൽ പോലും 1000 രൂപ എങ്കിലും മിനിമം കൈച്ചെലവ് കിട്ടുന്ന രീതി വേണം കമ്മീഷൻ രൂപീകരിക്കാൻ. മുൻപ് നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ്റെ കാര്യം. അതായത് ഒരു 10 രൂപയെങ്കിലും മിനിമം വിൽക്കുന്ന ആളുകൾക്ക് കമ്മീഷൻ കിട്ടണമെന്നാണ്. അപ്പോൾ അതിന് ടിക്കറ്റ് വില കൂടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാര്യം എങ്കിലേ അവർക്ക് അതിനുള്ള പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നിലവിൽ 50 രൂപയ്ക്കല്ലേ കൊടുക്കുന്നത്, ഒരു 60 രൂപയ്ക്ക് കൊടുക്കട്ടെ. പുതിയ പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവരുമ്പോൾ പുതിയ ലോട്ടറിക്ക് ഒരു 60 രൂപയ്ക്ക് എടുക്കത്തില്ലേ? 60 രൂപയ്ക്ക് നല്ലവണ്ണം പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ 60 രൂപയ്ക്ക് നല്ല 100 രൂപയ്ക്ക് എടുക്കാനായാലും ആളുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമുക്കൊരു 3 ഘട്ടമായിട്ട് പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവരണം. 3 ഘട്ടമായിട്ട്. പിന്നെ ഈ 3 ഘട്ടത്തിലൂടെ നമുക്ക് ലോട്ടറി വകുപ്പിൻ്റെ വരുമാനം കൂട്ടണം. 3 ഘട്ടത്തിലായിട്ട്. അപ്പോൾ ഞാൻ ഒരു 3 മോഡൽ ഇവിടെ കൊടുക്കാം. 3 മോഡൽ. ആദ്യം ഒരു 4 ലക്ഷം ടിക്കറ്റ് അച്ചടിക്കുന്ന ആ രീതിക്ക് ലോട്ടറി വകുപ്പിന് എത്ര വരുമാനം കിട്ടും, കച്ചവടക്കാർക്ക് എത്ര കമ്മീഷൻ കിട്ടും, പ്രൈസ് ഏതൊക്കെ രീതിയിലാണ് എന്ന് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തൊരു മോഡൽ. പിന്നെ അടുത്തൊരു 6 ലക്ഷം ടിക്കറ്റിൻ്റെ അച്ചടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ എടുക്കുന്ന ആൾക്ക് കിട്ടുന്ന പ്രൈസ്, ഗവൺമെൻറ് കിട്ടുന്ന ആകെ വരുമാനം, ഇതിൻ്റെ ഒരു മോഡൽ. പിന്നെ ഫൈനലായിട്ട് ഇപ്പം നിലവിൽ അച്ചടിക്കുന്ന പോലെ തന്നെ ഒരു 9,00,000 ടിക്കറ്റ് വെച്ച് ഒരു സീരീസിൽ അച്ചടിക്കുമ്പോൾ കിട്ടുന്ന വരുമാനം. ഇവിടെ ഒരു ചെറിയൊരു ബോക്സായിട്ട് ഇപ്പോൾ കൊടുക്കാം.
അപ്പം ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു പുതിയ പ്രൈസ് ലിസ്റ്റ് അത് ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരുന്നതിലൂടെ കൂടുതൽ ആളുകളെ ലോട്ടറിയിലേക്ക് എത്തിക്കുകയും കച്ചവടക്കാരെയും വാങ്ങുന്ന ആളുകളെയും കൂടുതൽ ലോട്ടറി മേഖലയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു പുതിയൊരു പ്രൈസ് ലിസ്റ്റ് കൊണ്ടുവരേണ്ടതിൻ്റെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ശരി, നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാൻ ശ്രമിക്കാം. താങ്ക് യു.